വോട്ടുറപ്പിക്കാൻ പാലക്കാട്ട് അവസാന മണിക്കൂറിൽ നെട്ടോട്ടം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. വയനാട് ദുരന്തത്തെ നിസാരവൽക്കരിച്ച വി മുരളീധരൻ. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയിട്ടില്ല, തകർന്നത് 3 വാർഡുകൾ മാത്രം. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി. പ്രസ്താവന ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതെന്ന് ടി സിദ്ദിഖ്. വയനാട്ടിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായി LDF UDF ഹർത്താൽ പൂർണ്ണം. പാലക്കാട്ടെ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. നിശബ്ദ പ്രചാരണ ദിവസത്തിലും വീട് കയറിയുള്ള വോട്ടുറപ്പിക്കാൻ 3 സ്ഥാനാർത്ഥികളും. ആളുകളുടെ ഹൃദയത്തിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമം. ചിഹ്നം നോക്കി സമയമെടുത്ത് 9ാമത്തെ പേരിനും ചിഹ്നത്തിനും നേരെ വോട്ട് ചെയ്താൽ മതിയെന്നും അവരോട് പറയണം. അവർക്കൊരു ആശങ്ക ഉണ്ടാവരുതല്ലോ. ആദ്യ ദിനം തൊട്ട് ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുകയാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പത്രപരസ്യ വിവാദവും കൊഴുക്കുന്നു. സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ ആയുധമാക്കി LDF. സുപ്രഭാതം, സിറാജ് പത്രങ്ങളുടെ 1ാം പേജിൽ പരസ്യം. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പുതിയ വെർഷൻ എന്ന് സന്ദീപ് വാര്യർ. FB പോസ്റ്റുകൾ തന്റേതല്ലെന്നും വിശദീകരണം. വീണ്ടും ആവർത്തിക്കുന്ന ദൃശ്യം മോഡൽ കൊലപാതകം. അമ്പലപ്പുഴ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് 18. വിജയലക്ഷ്മിയെ കഴുത്തിന് പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് പ്രതി ജയചന്ദ്രൻ. മൃതദേഹം കണ്ടെടുത്തത് ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ പുരയിടത്തിൽ നിന്ന്. കൊലപാതകം ഈ മാസം 7 പുലർച്ചെയെന്ന് പ്രതിയുടെ മൊഴി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ആശ്വാസം. മുൻകൂർ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. പരാതി നൽകാൻ 8 വർഷ കാലതാമസം എന്തുകൊണ്ടെന്ന് കോടതി. FBയിലൂടെ പരാതി ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ലെന്നും ചോദ്യം. കൊച്ചിയിലെ ലഹരി കേസ് പോലീസിന്റെ തിരക്കഥയെന്ന് ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ന്യൂസ് 18നോട്. എൻ്റെ റൂമിൽ വന്നിട്ട് ഒരു പരിശോധന നടത്തിയിട്ട് ഒരു മദ്യക്കുപ്പി പോലും കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് മേളിലത്തെ റൂമിലൊരു എന്തെങ്കിലും സാധനം വോട്ടെവർ ഇറ്റ് ഈസ് അത് കിട്ടുമ്പോൾ അതിനകത്ത് എന്നെ പ്രതികരിക്കേണ്ട? തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ പോലീസ് ശ്രമം. കൊക്കൈൻ പിടിച്ചെന്ന റിപ്പോർട്ടും വ്യാജം. കുറുവ ഭീഷണിക്കിടെ കുണ്ടന്നൂരിലെ കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കുന്നു. നടപടി പാലത്തിനടിയിൽ നിന്ന് കുറുവ സംഘാംഗം പിടിയിലായതോടെ ഒഴിപ്പിക്കൽ മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ. കുറുവയെ പേടിച്ച് നാട്ടുകാർ. കുറുവ സംഘാംഗം സന്തോഷ് ശെൽവത്തെ പിടികൂടിയ സാഹചര്യത്തിൽ കുണ്ടന്നൂരിലെ കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കുകയാണ്. കുണ്ടന്നൂർ പാലത്തിനടിയിലാണ് സന്തോഷ് താമസിച്ചിരുന്നത്. ഇതോടെയാണ് വർഷങ്ങളായി മത്സ്യബന്ധനം നടത്തിവന്നിരുന്ന കർണാടക സ്വദേശികളായ കുട്ടവഞ്ചിക്കാരെ അടക്കം ഒഴിപ്പിക്കുന്നത്. കുണ്ടന്നൂർ പാലത്തിനടിയിലെ താമസക്കാരിൽ ഭൂരിഭാഗവും ഒഴിഞ്ഞുപോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവരെല്ലാം ഒഴിഞ്ഞുപോയത്. ഇനി കുട്ടവഞ്ചിക്കാരും മീൻ പിടിക്കുന്നവരും മാത്രമാണ് ബാക്കിയുള്ളത്. മൈസൂരിൽ നിന്നുള്ളവരാണിവർ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, മിക്കവരും അവിടെ നിന്ന് ഒഴിഞ്ഞുപോയൊരു സാഹചര്യമുണ്ട്. ഇത്രയും ജാഗ്രതയോടുകൂടി പോലീസ് കണക്കാക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ കുട്ടവഞ്ചിക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞുപോകാൻ വൈമുഖ്യം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, അതോ സ്വമേധയാ ഒഴിഞ്ഞുപോകാൻ തയ്യാറാണോ? അത്തരം എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടോ? അവർണ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടന്നൂർ പാലത്തിന് താഴെയാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിലെ മോഷണ കേസിലെ ഈ കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവനെ ഇവിടെ നിന്നായിരുന്നു പിടികൂടിയത്. അതിന് പിന്നാലെയാണ് മരട് നഗരസഭ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ താമസിക്കുന്ന, അന്ന് നമുക്കറിയാം ഇവിടെ താമസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ്. കുട്ടവഞ്ചിയിൽ മീൻ പിടിച്ച് നിത്യം അതാണ് അവരുടെ വരുമാന മാർഗം. അങ്ങനെ ജീവിക്കുന്ന
താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പിന്നാലെ, അതായത് ഇവിടെ ഉള്ളവരാണ് ഇവരിൽ ഒരാളായിരുന്നു അന്ന് പിടിയിലായ സന്തോഷ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് മരട് നഗരസഭ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മരട് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗത്തിന്റെ സംഘം ഇവിടെ എത്തി ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴാണ് ഇവർക്ക് പലർക്കും ഇതിനെപ്പറ്റി അറിവില്ല. കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല, ഇതുവരേക്കും നഗരസഭ യാതൊരുവിധ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ഇവിടെ നിന്ന് മാറണമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ആശയക്കുഴപ്പത്തിൽ കൂടിയാണ് ഇവരുള്ളത്. ചേട്ടാ, ഇവിടുന്ന് മാറാൻ പറഞ്ഞിരുന്നു? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവർക്ക് ഇതിനെപ്പറ്റിയുള്ള യാതൊരുവിധ നിർദ്ദേശമൊന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷെ ഇവരിൽ കുറച്ചുപേർ ഇവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ പോലീസൊക്കെ വന്നതിന് പിന്നാലെ കുറച്ചുപേർ ഇവിടുന്ന് പോവുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കിവിടെ ഉള്ളവരോട് തന്നെ ചോദിക്കാൻ. ചേട്ടാ, ഇവിടുന്ന് പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അത്ര പോകാനാന്ന് പറഞ്ഞിട്ടുണ്ട് സാർമാർ. അപ്പൊ റൂമൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ ആയാലും ആരും റൂം കിട്ടുന്നില്ല ചിലപ്പോ. അതുകൊണ്ട് കുറച്ച് സാവകാശം കൊടുത്താൽ റൂം നോക്കിയിട്ട് പോകും. അന്ന് ഇവിടെ വന്നിരുന്ന സന്തോഷിനെ നിങ്ങൾക്ക് പരിചയമൊന്നും? ഇല്ല, അങ്ങനെ അത്ര ഒന്നും പരിചയമില്ല. ഇപ്പൊ സന്തോഷം എന്ന് മനസ്സിലായത് ഇപ്പൊ ഈ ടി.വിയിൽ കാണുമ്പോ ഇങ്ങനെ കള്ളന്മാർ അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണ നമ്മളെ പോലത്തെ ആളല്ലേ, അങ്ങനെ പോവോ വരൂ ആരാന്ന് അറിയില്ല. ഒരു 5-6 ടീം ഉണ്ടായിന്, ഒരാഴ്ച നിൽക്കൂ പോവും, അത്രേ ഉള്ളൂ. കുറച്ചു പേരൊക്കെ ഇവിടുന്ന് പോയി തോന്നുന്നു. അതറിയില്ല. അന്ന് 5 ടീം ഉണ്ടായിന് മൊത്തം. ഇവിടെ 4 ടീം, ഒരു അപ്പുറത്തൊരു ആളുണ്ടായിരുന്നു പാലത്തിനപ്പുറത്ത്. അത് അവർ പോയിട്ട് ഈ ടീമിന് 2 അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, ആലപ്പുഴ 2 കൊണ്ടുപോയി. അതിൻ്റെ ഭാര്യകൾ രാവിലെ ഉണ്ടായിന്. ഞങ്ങളെ ഭർത്താവ് സ്റ്റേഷനിലുണ്ട്, അവിടെ പോവാനോ പോയി. പിന്നെ ഇവിടെ മെരടിന് സ്റ്റേഷനിൽ ആൾക്ക് പറഞ്ഞു വിട്ടിരുമ്പോൾ ആള് ഭാര്യ പണിയിട്ട് സാധനമൊക്കെ കൊണ്ടുപോയി. പിന്നെ വരൂല എന്ന് പോയി. നിങ്ങളെ എല്ലാവരും ഇവിടെ വന്നിട്ട് എത്ര നാളായി? നമ്മളെ ഇവിടെ സ്ഥിരമായിട്ട് ഒരു 3 കൊല്ലമായി ഇവിടെ താമസിച്ചു. ഇവിടെ തന്നെയാണ് താമസിച്ചത്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. മീൻ പിടിക്കാൻ കുറച്ച് ജീവിക്കാത്ര ഉള്ളു. വേറെ ഈ പണിയില്ലാതെ വേറെ പണി ആരൊന്നും പോയില്ല. ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതിന്റെ ഒരു എങ്ങോട്ട് പോകണം, റൂം കിട്ടിയാൽ പോകണം. പിന്നെ മാർഗമില്ലല്ലോ. പിന്നെ ഇവിടുന്ന് ബസ്സിൽ വേണം 15-20 രൂപ വണ്ടിക്ക് വേണം ഈ ലോഡൊക്കെ കയറ്റി കൊണ്ടുപോകണം. അപർണ, അത് തന്നെയാണ് ഇവരെങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത്. റൂം വല്ലതും സംഘടിപ്പിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇവർക്കിടയിലേക്ക് ഈ സന്തോഷം നുഴഞ്ഞു കയറുകയായിരുന്നു. ഇവർക്ക് സന്തോഷിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് മണികണ്ഠനെ കുറിച്ചോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മാസം മുൻപാണ് അവരിവിടെ വരികയും ഇവർക്കൊപ്പം തന്നെ വന്ന് താമസിക്കുകയും ചെയ്തത്. പക്ഷെ മറ്റ് വിശദാംശങ്ങളൊന്നും ഇവിടെ താമസിക്കുന്നവർക്കും അറിയില്ല. ഇവർ വർഷങ്ങളായി, 3 വർഷമായി ഇവിടെ താമസിക്കുന്നവരാണ്. അങ്ങനെ എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇവിടെ നിന്ന് ആളുകൾക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും മരട് നഗരസഭയിൽ നിന്നുള്ള നഗരസഭാ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ അല്പസമയത്തിനുള്ളിൽ എത്തും. അതിനുശേഷമാണ് ഇവരെ ഒഴിപ്പിക്കുക. നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് താൽക്കാലികമായി ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് അടുത്തുള്ളൊരു സ്കൂളിലേക്കാക്കും. അതിനുശേഷം അവിടെ നിന്ന് ഇവർക്ക് സ്വന്തമായി തന്നെ മറ്റ് മുറികൾ എടുത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒഴിഞ്ഞു പോകാൻ, മറ്റെവിടേക്കെങ്കിലും പോകാനായിട്ട് നിർദ്ദേശം നൽകുമെന്നാണ് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ പറഞ്ഞത്. അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തുകയും ചെയ്യും. എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവത്തെ പിടികൂടിയതിന് പിന്നാലെയാണ് ഇവിടെ താമസിക്കുന്നവരെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശമായി എത്തിയിരിക്കുന്നത്. ഈ സന്തോഷ് ഇവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയ ആളാണെന്നാണ് പറയുന്നത്. ഇവർക്ക് അയാളെ പറ്റി വലിയ ധാരണ അല്ലെങ്കിൽ പരിചയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മണികണ്ഠനെയും കുറിച്ചും പരിചയമില്ല. ഇവരെ കുടുംബം 1 മാസം മുൻപാണ് ഇവിടെ വന്ന് താമസിച്ചിരുന്നത്. പക്ഷെ ഇവർ ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്തി ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയുമ്പോഴുള്ളൊരു ആശങ്ക ഇവർക്കിടയിലുമുണ്ട്. അപർണ. നവമി ദിനേശ് കുട്ടന്നൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കുറുവ സംഘാംഗമായ സന്തോഷ് പിടിയിലായതിനെ തുടർന്ന് കുണ്ടന്നൂർ പാലത്തിനടിയിലെ കുട്ടവഞ്ചിക്കാരെ കൂടി ഒഴിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ജീവനോപാധി കണ്ടെത്തുക എന്നതിൽ ആശങ്കയുണ്ട് എന്ന് അവർ പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറാതെ മറ്റൊരു മാർഗമില്ലല്ലോ എന്നുകൂടി അവർ വ്യക്തമാക്കിയ സമയം കൂടിയാണ്. നവമിയാണ് റിപ്പോർട്ട് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ വയനാടിനെ ചൊല്ലി വീണ്ടും വിവാദം. വയനാട് ദുരന്തത്തെ നിസാരവൽക്കരിച്ച് വി മുരളീധരൻ. വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയിട്ടില്ലെന്ന് വി മുരളീധരൻ പറഞ്ഞു.
2 പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത്. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല, നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ആയിക്കോട്ടെ, അല്ലല്ല, നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. വി മുരളീധരന് മറുപടിയുമായി ടി സിദ്ദിഖ്. മുരളീധരന്റെ പ്രസ്താവന ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതാണ്. ദുരന്തബാധിതരെ അമ്മാനമാടാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കില്ല. ബിജെപിയുടെ തനിനിറം ഒരിക്കൽ കൂടി വി മുരളീധരനിലൂടെ പുറത്തുവന്നെന്നും പ്രസ്താവന പിൻവലിച്ച വി മുരളീധരൻ മാപ്പ് പറയണമെന്നും ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുക. കടുത്ത പ്രതിഷേധം. ഇത് ദുരന്തബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അവിടെ 3 വാർഡല്ലേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. 3 വാർഡേ ഉള്ളൂ. ഈ 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ? അദ്ദേഹം പറയട്ടെ, 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ? മരിച്ചവർ മനുഷ്യരല്ലേ? പരിക്കുപറ്റിയവർ മനുഷ്യരല്ലേ? അവശേഷിക്കുന്നവർ മനുഷ്യരല്ലേ? അവർ ജില്ലയുടെ പല ഭാഗത്തായി അവര് പറിച്ചു മാറ്റപ്പെട്ട് നിൽക്കുകയല്ലേ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിതം വേണ്ടേ? അവർക്ക് ജീവനോപാധി വേണ്ടേ? അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കണ്ടേ? അവരുടെ മക്കൾക്ക് പഠിക്കണ്ടേ? അവിടെ തകർന്നതായിട്ടുള്ള സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണ്ടേ? അതിനൊക്കെയാണ് ഞങ്ങൾ ഫണ്ട് ചോദിച്ചത്. ബിജെപിയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കുക. വയനാട്ടിൽ നിന്ന് CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, വയനാട് തെരഞ്ഞെടുപ്പിലടക്കം വിഷയമാകുന്ന ഒരു സാഹചര്യം, കേന്ദ്ര സഹായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവ്യക്തത തുടരുന്നതിൽ LDFും UDFും ഒരുപോലെ പ്രസ്താവനകളും ഹർത്താലും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വി മുരളീധരന്റെ ഇത്തരം ഒരു പ്രസ്താവന വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയപരമായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എങ്ങനെയാണ് നാട്ടുകാർ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് മേപ്പാടിയാണ്. അതായത് ദുരന്തബാധിതമായിട്ടുള്ള മേഖലയായ മേപ്പാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളരെ വൈകാരികമായിട്ടാണ് ഈ ഇവിടുത്തുകാർ വി മുരളീധരന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ച് ഈ ഒരു ദുരന്തമുണ്ടാക്കിയ മുറിവ് അത് വലിയ ആഴമുള്ളതാണ്. അതിൽ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഈ നാട് ഇപ്പോഴും കരകയറിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ നാട് ഒന്നിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്ത് നാടിനു വേണ്ടി എല്ലാവരും ഒരുമിക്കുന്ന സമയത്താണ് വി മുരളീധരന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അതിൽ വലിയ പ്രതിഷേധം മേപ്പാടിയിലുണ്ട്. മേപ്പാടിയിൽ വൈകുന്നേരം 5:30 പ്രതിഷേധ ധർണ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നോടൊപ്പം ചേരുന്ന ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ് ഷിഹാബ്. വലിയ വിമർശനമാണ് ഈ പ്രസ്താവനയ്ക്കെതിരെ ഈ നാട്ടിൽ നിന്ന് ഉയരുന്നത്. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വി മുരളീധരന്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടിയിട്ട് നമ്മൾ കേട്ടത്. 400 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അന്ന് പ്രധാനമന്ത്രി തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ എല്ലാവിധ പുനരധിവാസ പ്രവർത്തനങ്ങളിലും രാജ്യം കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 120 ദിവസം പിന്നിടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള സഹായവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ പൊതുസമൂഹത്തെ മുഴുവൻ അപഹാസ്യരാകുന്ന രീതിയിലാണ് ഇന്ന് അദ്ദേഹം പുറപ്പെടുവിച്ച പ്രസ്താവന എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് കേവലം 3 വാർഡിലുള്ള ആളുകൾക്കല്ല ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളൂ, അതിന് ഇത്രമേൽ വലിയ പ്രശ്നമുണ്ടാക്കേണ്ടതുണ്ടോ? ഇതിനെങ്ങനെയാണ് ഒരു വലിയ രാജ്യത്തെ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് 400-ലധികം മനുഷ്യർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും തെരുവിലാണ്. അവർക്ക് എവിടേക്കാണ് പോവേണ്ടതെന്നറിയില്ല, അവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ഒരു നിലക്കും അവർ ഇനിയും മുമ്പോട്ടുള്ള ജീവിതം വലിയ പ്രയാസവും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം നിലനിൽക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം, നിങ്ങൾക്കിന്ന് നോക്കിയാൽ കാണാം, വയനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം നമ്മൾ ആരും തടുക്കാതെ തന്നെ വാഹനങ്ങൾ മുഴുവൻ വീട്ടിൽ വെച്ചു, കടകമ്പോളങ്ങൾ അടച്ചു വെച്ചു, തൊഴിലിടങ്ങളിൽ നിന്ന് അവർ മാറി നിന്നു. എല്ലാവരും ഒന്നടങ്കം ഈ ഹർത്താലുമായി സഹകരിക്കുകയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും സാധാരണക്കാർ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരിപ്പോഴും
ആശയറ്റ് ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് പ്രതീക്ഷയില്ലാതായ ജീവിതത്തോട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും കേരളം ഭരിക്കുന്ന സർക്കാരും ഇവരോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിൽ വയനാട്ടിലെ ജനത ഒന്നടങ്കം ആശങ്കാകുലരാണ്. ആ ആശങ്കയാണ് അവരിന്ന് ഈ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ആഹ്വാനം ചെയ്തു. ഞങ്ങൾ ഇന്ന് മേപ്പാടിയിൽ അതിന്റെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തുടർ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധങ്ങളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഞങ്ങൾ ജീവിക്കാൻ മാർഗമില്ലാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആളുകളാണ്. 12 പേർ മരിച്ച ത്രിപുരയിലെ അപകടത്തിന് 4-ാം ദിവസം 40 കോടി രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച ഒരു രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള മറ്റൊരു സംസ്ഥാനമായ കേരളത്തിൽ 120 ദിവസങ്ങൾ പിന്നിടുമ്പോഴും നിലവിൽ ഒരു സഹായവും പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണഗതിയിൽ എല്ലാ ബജറ്റിലും അനുവദിക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന തുക മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പണം ആവശ്യത്തിനുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാൽ അത് മുണ്ടക്കൈയിലെയോ ചൂരൽമലയിലെയോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ ഈ കേന്ദ്ര സർക്കാർ അനുമതി നൽകുമോ? അങ്ങനെ നൽകുകയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ ഒരുപക്ഷെ ഈ തുക കൊണ്ട് സാധിക്കുമായിരിക്കും. പക്ഷേ അത് മുണ്ടക്കൈയിലെയോ ചൂരൽമലയിലെയോ ദുരന്തത്തിന് മാത്രമായി സർക്കാർ കൊടുക്കുന്ന പണമല്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാനും അത് കഴിയില്ല. ദുരന്തത്തിന് പ്രത്യേക പരിഗണന നൽകി ഇവിടുത്തെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ട പിന്തുണയാണ് ആവശ്യം. തീർച്ചയായും മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും അവരെ പഴയ ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ആവശ്യമായ ഇടപെടലാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കണക്കുകൾ പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കുന്ന സമീപനത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. വലിയ പ്രതിഷേധമാണ് ഇവിടെ വി മുരളീധരന്റെ ഈ പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം 5:30 മേപ്പാടിയിൽ പ്രതിഷേധ ധർണയും UDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കാണാം, രാവിലെ മുതൽ എല്ലായിടത്തും ഹർത്താലിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ദീർഘദൂര ബസ്സുകൾ വളരെ ചുരുക്കം മാത്രമാണ് സർവീസ് നടത്തിയത്. അതും പലയിടത്തായിട്ട് പലതവണ തടയപ്പെട്ടിട്ടുണ്ട്. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. അങ്ങനെ വയനാട് ഒന്നാകെ ഈ ഒരു ദുരന്തത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ, കേന്ദ്ര സഹായത്തിനു വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ വി മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രസ്താവന അത് ഇന്നേ ദിവസം ഈ വയനാട്ടിൽ പ്രതിഷേധിക്കുന്നവർക്ക് വലിയ തോതിൽ തന്നെ വിഷമമുണ്ടാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ വലിയ പ്രതിഷേധം ഇനിയുള്ള മണിക്കൂറുകളിലും ഇനിയുള്ള ദിവസങ്ങളിലും ഉയരുകയും ചെയ്യും. അപർണ. തീർച്ചയായും CV അനുമോദ് മേപ്പാടിയിൽ നിന്നുകൂടിയാണ് ജനങ്ങളുടെ പ്രതികരണം നൽകിയത്. ചൂരൽമല ദുരന്തത്തിൽ സർവ്വതും നഷ്ടമായ മനുഷ്യരുടെ മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങി നിൽക്കുകയാണ് ബാങ്ക് വായ്പകളും. സർവ്വസ്വത്തുകളും ഉപജീവന മാർഗവും നഷ്ടമായ ഈ സാധാരണക്കാർക്ക് ഇപ്പോൾ അല്ലെങ്കിലും ഏറെ വൈകാതെ ഇത് തിരിച്ചടക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. കേന്ദ്ര ഇടപെടൽ കൊണ്ട് മാത്രമേ ബാങ്ക് വായ്പകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാകൂ എന്ന് ഇവർ പറയുന്നു. ചൂരൽമല അങ്ങാടിയിലെ കടമുറികളിൽ നിന്നുള്ള വാടക കൊണ്ട് മാത്രം ജീവിക്കാമായിരുന്നു അബൂബക്കറിന്. ഡയാലിസിസ് ചികിത്സാ ചെലവുകൾക്കും മറ്റും അത് മാത്രം മതിയായിരുന്നു. ചൂരൽമലയിലെ സ്ഥലവും മറ്റും ഈടാക്കി നൽകി കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ബിസിനസ് വായ്പയായും കാർഷിക വായ്പയായും എടുത്തത് 7.5 ലക്ഷം രൂപയാണ്. സ്വർണ്ണപ്പണയം വേറെയും. മഹാദുരന്തത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാം അബൂബക്കറിന് നഷ്ടമായി. ബാങ്ക് വായ്പകൾ ഇപ്പോഴും തീരാക്കടമായി തലയ്ക്ക് മുകളിൽ ശേഷിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അടച്ചു തീർക്കേണ്ടി വരുമെന്ന് അബൂബക്കറിന് അറിയാം. അത് ലോണുണ്ട്, അതിനങ്ങനെ ഒരു തീരുമാനങ്ങൾ വന്നിട്ടില്ല. ഇപ്പം തൽക്കാലം എന്തെങ്കിലും വെച്ച് അടവൊന്നും അടച്ചില്ല, തിരിച്ചടക്കേണ്ടിയിരുന്ന പറഞ്ഞു. അതങ്ങനെയാണ് അവർ പലിശ അതൊന്നും സംസാരിച്ചിട്ടില്ല, ലോൺ അടക്കേണ്ടിയിരുന്ന അവർ പറഞ്ഞു. 900 കണ്ടിയിൽ 4 വീൽ ജീപ്പ് ഓടിക്കുകയായിരുന്നു അബൂബക്കറിന്റെ മകൻ മുനീർ. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്താണ് ജീപ്പ് വാങ്ങിയത്. ഇനിയും 4 ലക്ഷം രൂപയിലേറെ അടച്ചു തീർക്കാനുണ്ട്. ഇനി എന്ന് വണ്ടിയോടിക്കാനാകുമെന്ന് മുനീറിന് അറിയില്ലെങ്കിലും ഈ തുകയും താൻ അടച്ചു തീർക്കേണ്ടി വരുമെന്ന് നന്നായി അറിയാം. തിരിച്ചടവ് ചോദിച്ച് വിളിച്ചിട്ടില്ല. പിന്നെ അവര് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു, അങ്ങനെ വിളിക്കല്ല, സ്വാഭാവികമായിട്ടുള്ള വിളിച്ച്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു പറഞ്ഞ് എന്തായാലും നിങ്ങൾ ലോൺ അടക്കേണ്ടി വരും, തള്ളിപ്പോകാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നവര്. തൽക്കാലത്തേക്ക് ബാങ്കുകളൊന്നും വായ്പകളുടെ തിരിച്ചടവ് ചോദിച്ച് വിളിക്കില്ലെങ്കിലും അവർ ഏറെ വൈകാതെ ഇത് അന്വേഷിക്കുമെന്ന് ഇവർക്കെല്ലാം നന്നായി അറിയാം. ഈ നാടിന്റെ ഏക പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലും വാക്കുകളിലുമായിരുന്നു. മറന്നായിട്ടുണ്ടല്ലോ കാണുന്നത്.
ഇതിന് മുന്നേ ഇപ്പോൾ അതേ സമയത്തുണ്ടായ പ്രളയം ഉണ്ടായതൊക്കെ നല്ല കുറച്ച് കേരളത്തിന് മാത്രം അവഗണിച്ചിട്ടുള്ളൊരു ഇതല്ലേ കാണുന്നത്. പ്രധാനമന്ത്രി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ച സത്യത്തിൽ, കാരണം നമ്മളെ പോലത്തെ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു. കാരണം അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായ ആളെ ഞാൻ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്നും ഇല്ലാതായി പോയി. കേന്ദ്രം യുക്തമായ തീരുമാനമെടുക്കണം, സഹായം പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ഒരു ജനതയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാകുമത്. അഖിലോട് വർഗൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മരിച്ചവർക്ക് ഒന്നും അറിയണ്ട, ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര കഷ്ടപ്പാടാണ്. എല്ലാം പോയി. തോട്ടങ്ങളും 2-3 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു, 10 കട റൂമുണ്ടായിരുന്നു, ഇതൊക്കെ നഷ്ടപ്പെട്ടു. മറന്നെന്ന് തോന്നുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കൊന്നു കുഴിച്ചിട്ടതായി കണ്ടെത്തൽ. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ആലപ്പുഴയിലെ കരൂരിലെ പ്രതിയുടെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. പ്രതി ജയചന്ദ്രൻ അറസ്റ്റിലായി. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീട്ടിലാണ് 7-ാം തീയതി പുലർച്ചയോടുകൂടി കൊലപാതകം നടക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെയാണ് ആൺസുഹൃത്തായ ജയചന്ദ്രൻ ഈ വീട്ടിലെത്തിച്ച് ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയത്. ആദ്യം പ്ലെയർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അയാൾ പോലീസിനോട് വ്യക്തമാക്കിയതെങ്കിലും പിന്നീട് അത് പക്ഷേ മാറുന്ന സാഹചര്യമായിരുന്നു. അതായത് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തപ്പോൾ അടക്കം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തലയുടെ പിന്നിൽ വെട്ടേറ്റ മുറിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മൂർച്ചയേറിയ വെട്ടുകത്തി പോലെയുള്ള ആയുധം വെച്ച് തലയുടെ പിൻഭാഗത്ത് പലതവണ വെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ഒരു മിസ്സിംഗ് കേസായാണ്. അതായത് കരുനാഗപ്പള്ളി പോലീസിൽ 13-ാം തീയതി ഇവരുടെ സഹോദരി ഗീത, അതായത് കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ സഹോദരി ഗീത ഒരു പരാതി നൽകുന്നു. സ്വന്തം സഹോദരിയായ വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു ആ പരാതിയുടെ ഉള്ളടക്കം. തുടർന്ന് നടത്തിയ ഒരു മിസ്സിംഗ് തിരോധാന കേസായി രേഖപ്പെടുത്തി പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ആ അന്വേഷണത്തിനിടയിലാണ് വിജയലക്ഷ്മിയും ഒപ്പം തന്നെ ആൺസുഹൃത്തായ ഈ ജയചന്ദ്രനും ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട്, ഒരേ സമയം ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഓച്ചിറയിൽ ഇവർ എത്തിയിട്ടുണ്ടെന്നും അമ്പലപ്പുഴയിൽ ഇവരുടെ ടവർ ലൊക്കേഷൻ കാണിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നീട്, അതായത് ഇവിടെ എത്തിയതിനു ശേഷം പിന്നീട് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു അറിവുണ്ടായിരുന്നില്ല. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തുമ്പ് പോലീസിന് ലഭിക്കുന്നത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലഭിക്കുന്ന വിജയലക്ഷ്മിയുടെ ഫോണാണ്. അതായത് പ്രതി ഓരോ ഘട്ടത്തിലും, ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും പോലീസിനെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം നടത്തി എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും കുറ്റസമ്മതം നടത്താനായി തയ്യാറായിരുന്നില്ല. പിന്നീട് അന്വേഷണ സംഘം ഇഴകീറി മുറിച്ച് ഓരോ കാര്യങ്ങളും ഓരോ പരിശോധനകളും പൂർത്തീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴാണ്, പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അത്തരത്തിൽ ഒരു ഫൈൻഡിങ്സിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞത്. എറണാകുളത്തേക്ക് സഞ്ചരിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ അതൊരു വിധത്തിലും സമ്മതിച്ചില്ല. പക്ഷേ എറണാകുളത്ത് കണ്ണൂരിൽ നിന്നെത്തിയ KSRTC ബസ്സിൽ മൊബൈൽ വെച്ചിട്ട് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് കണ്ടക്ടറുടെ മൊഴി നിർണായകമായി. മാത്രമല്ല അയാളുടെ പ്രതിയുടെ കയ്യിൽ നിന്നും എറണാകുളത്തേക്ക് സഞ്ചരിച്ചതിന്റെ ടിക്കറ്റ് പോലീസിന് കണ്ടെടുക്കാനായി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ പ്രതി പിന്നീട് പല ഘട്ടത്തിൽ ഉള്ള ചോദ്യം ചെയ്യലും ഓരോ അവസരത്തിലും കീറി മുറിച്ച് പോലീസ് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആണ് ഇയാൾ ഈ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇവിടെയല്ല അവസാനമായി എത്തിയത്, വിജയലക്ഷ്മി എത്തിയത് എറണാകുളത്താണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് എത്തിച്ചാണ് ആ ഫോണിന്റെ സ്വിച്ച് അവർ ഓൺ ചെയ്തത്. 2 ഫോണും ഒരേ സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തതും ഈ കേസിൽ പ്രതി പിടിക്കപ്പെടാനായി കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു. വിജയലക്ഷ്മിക്ക് പല ഘട്ടത്തിലും പല ഇടങ്ങളിലും വിജയലക്ഷ്മി പണം നൽകിയിട്ടുള്ളതായിട്ടുള്ള വിവരം പോലീസ് കൈമാറുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പണം നൽകുന്നതിനൊപ്പം തന്നെയാണ് ഇവർ ഇയാളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളിയായി കൊല്ലത്ത് മത്സ്യബന്ധനത്തിനായി എത്തുന്ന
ആളാണ് ഈ ജയചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇവർ തമ്മിലുള്ള അടുപ്പം തുടങ്ങുന്നത്. അതിനുശേഷം വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരു ആൺ സുഹൃത്ത്, അതായത് വിജയലക്ഷ്മി ഇവിടെ എത്തിയതിനു ശേഷം വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരു ആൺ സുഹൃത്ത് വിളിച്ചത് പ്രകോപനത്തിന് ഇടയാക്കി. ആ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് ആൺ സുഹൃത്ത് വിളിച്ചു. ഈ ആൺ സുഹൃത്ത് ഇതിനു മുമ്പ് ഇവരുമായി ബന്ധപ്പെട്ട് ഈ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ ഉണ്ടായിരുന്നു. വിജയലക്ഷ്മി ഈ വിളിച്ച ആൺ സുഹൃത്തുമായി ചേർന്ന് ഒരു ഘട്ടത്തിൽ ഈ ജയചന്ദ്രനെ മർദ്ദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പകയും ആ സംഭവവുമായി ബന്ധപ്പെട്ട പകയും ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. അതൊക്കെ ചേർന്നാണ് ഒരു കൊലപാതകത്തിലേക്ക്, ക്രൂരമായ കൊലപാതകത്തിലേക്ക്. തലയുടെ പിൻഭാഗത്ത് നിരവധി മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുള്ള വെട്ടേറ്റ പാടുമുണ്ട്. നമ്മൾ ഈ കാണുന്ന കോമ്പൗണ്ടാണ്, അതായത് ഈ വീടിന്റെ പിൻഭാഗത്തോട് ചേർന്ന ഈ കോമ്പൗണ്ടിലാണ് മൃതദേഹം കുഴിച്ചിട്ടത്. അതായത് പുലർച്ചെ 7-ാം തീയതി പുലർച്ചെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളതാണ് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കുഴിയാണ്, അതായത് ഒട്ടും ആഴമില്ലാത്ത ഒരു കുഴിയിലായിരുന്നു മൃതദേഹം ഇയാൾ കുഴിച്ചിട്ടിരുന്നത്. പിന്നീട് ഈ കുഴിയിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് വരുമോ എന്ന ഭയത്തെ തുടർന്ന് ഇവിടെ കുറച്ച് സിമന്റും സാധനങ്ങൾ ഉപയോഗിച്ച് അത് അടയ്ക്കാനുള്ള ശ്രമവും ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും അന്വേഷണ സംഘം വളരെ മികവാർന്ന അന്വേഷണം തന്നെയാണ് നടത്തിയത്. വളരെ പെട്ടെന്ന് ഒരു തിരോധാന കേസ്, ഒരു കൊലപാതകമാണ് എന്നും മൃതദേഹം കണ്ടെത്താനും പ്രതിയിലേക്ക് എത്താനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം 6ഓളം സമാനമായ രീതിയിലുള്ള കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസുകൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട തർക്കവും അതിനു മുമ്പ് ആൺ സുഹൃത്തുമായി ഉണ്ടായിരുന്ന അതായത് വിജയലക്ഷ്മിയുടെ മറ്റൊരു ആൺ സുഹൃത്തുമായി ഉണ്ടായിരുന്ന തർക്കവും ഒക്കെയാണ് ഈ പകയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. കാരണം ഇവരുടെ സ്വർണം അപഹരിച്ചിട്ടുണ്ട്. 3 പവൻ സ്വർണം ഇയാൾ എടുത്തിട്ടുണ്ട്, അത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ കരൂരിൽ നിന്നും ക്യാമറമാൻ മനോജിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പേരാമ്പ്ര സ്വദേശിനി രജനി മരിച്ചത് ചികിത്സ വൈകിയത് കാരണമെന്ന ആരോപണവുമായി കുടുംബം. ശരീരവേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് നൽകിയതെന്ന് കുടുംബം ആരോപിച്ചു. ഭർത്താവിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. മൃതദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് കുടുംബമടക്കം രാഷ്ട്രീയ നേതാക്കളടക്കം ഈ സമരത്തിന് പിന്തുണയുമായി സ്ഥലത്ത് എത്തിയിരുന്നു. കോഴിക്കോട് നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ ഉന്നയിക്കപ്പെട്ട പരാതി പരിഹരിക്കാതെ മൃതദേഹം കൊണ്ടുപോകില്ല, ആ തരത്തിലാണോ ഈ പ്രതിഷേധം നടക്കുന്നത്? നേരത്തെ BJP നേതാക്കളടക്കം അവിടെ വന്നതായിട്ടുള്ള വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് ഏത് തരത്തിലേക്ക് പ്രതിഷേധം പോകുന്നു? BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തുണ്ട്. നേരത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകി സ്ട്രെച്ചസിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവുമായിരുന്നു നാട്ടുകാർ രംഗത്തെത്തിയത്. പക്ഷേ പിന്നീട് മെഡിക്കൽ കോളേജ് ACP ഇവരുമായി ചർച്ച നടത്തുകയും ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ ഒരു പരിഗണന ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉചിതമായൊരു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. ഇതേ തുടർന്ന് ഇപ്പോൾ ആംബുലൻസിലേക്ക് മൃതശരീരം കയറ്റാൻ ബന്ധുക്കൾ തയ്യാറായിട്ടുണ്ട്. നേരത്തെ ഇത്തരം ഒരു മൃതശരീരം വെച്ച് വിലപേശൽ അല്ലെങ്കിൽ മൃതശരീരത്തെ അനാദരവ് കാട്ടുന്ന ഒരു നിലപാടിലേക്ക് പോകരുത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വിട്ടു നൽകിയ മൃതശരീരം ഒരു സ്ട്രെച്ചസിൽ തന്നെയാണ് അവർ മുന്നോട്ട് ആദ്യം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസിന്റെ ഒത്തുതീർപ്പിന് വഴങ്ങി മൃതശരീരം ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി എന്താണ് അടുത്ത നടപടി എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. സൂപ്രണ്ട് നേരിട്ട് ഉറപ്പ് നൽകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. കാരണം പലവട്ടം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശുപത്രി അധികൃതരോട് ആരാഞ്ഞുവെങ്കിലും കൃത്യമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രമോ ലഭിച്ചില്ല എന്നാണ് അവർ പരാതി പറഞ്ഞിരുന്നത്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങിയിരിക്കുന്നത്. ACP ഇടപെട്ട് ചർച്ചകൾ നടത്തി ഇപ്പോൾ BJP നേതാക്കൾ സൂപ്രണ്ട് ഓഫീസിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. അവർ മുന്നോട്ട് പോവുകയാണ്. BJP നേതാക്കളുണ്ട്, ഈ മരിച്ച രജനിയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകളുമുണ്ട്. അവർ ഇപ്പോൾ സൂപ്രണ്ട് ഓഫീസിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂപ്രണ്ടിനെ ഉപരോധിക്കുന്ന അടക്കമുള്ള സമരമുറകളിലേക്ക് നീങ്ങുന്നതിനും മൃതശരീരം
കൊണ്ടുപോകാതെ പ്രതിഷേധിക്കുന്നതിനൊക്കെ ഉള്ള ഒരു ആലോചനകൾ എടുത്തിരുന്നു. ഏതായാലും സനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. മൃതദേഹം കൊണ്ടുപോകാതെ പ്രതിഷേധിക്കുകയാണ്. മെഡിക്കൽ കോളേജിനെതിരെ ഉയർത്തിയ ആരോപണത്തിൽ പരിഹാരമുണ്ടാക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. BJPയുടെ പിന്തുണയും പ്രതിഷേധത്തിനൊപ്പമുണ്ട്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുകയാണ്. നമസ്കാരം.